സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 1000 കടന്ന പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് സാധ്യത. സമ്പൂർണ്ണ ലോക്ഡൌൺ ഗൗരവമായി പരിഗണിക്കേണ്ടി വരുമെന്നാണ് ഇന്നലെ Let's show you Brazil. They are now being ഇല്ല, ഇടുന്ന് ഇറങ്ങല്ലേ. നീ ഡ്യൂട്ടിക്ക് കയറിനാ? ഏയ് ഞാൻ ഓക്കെ അന്ന്. ഇന്നലെ ശേഷം ഓട്ടം കൂടുതലുണ്ടായി. ശരി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാൻഡമിക് സിറ്റുവേഷനെ പറ്റിയാണ്. നമുക്ക് ചുറ്റും നമുക്ക് വേണ്ടി അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. നമ്മുടെ നഴ്സുമാരായാലും നമ്മുടെ ഡോക്ടേഴ്സ് ആയാലും സോഷ്യൽ വർക്കേഴ്സ് ആയാലും ഹെൽത്ത് കെയർ വർക്കേഴ്സ്, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ പോലീസ് ഫോഴ്സ്, അതേപോലെ ഒരുപാട് പേര് നമുക്ക് ചുറ്റും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ കുറച്ചധികം കെയർലെസ് ആവുന്നില്ലെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആൻറ്റി നേഴ്സാണ്. സോ പുള്ളിക്കാരി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഷി ഹാസ് ടു ബി ഇൻ ക്വാറന്റൈൻ ഫോർ 14 days. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുന്നത് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ലാതെ. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദം. നമ്മൾ മാസ്ക് ധരിക്കാൻ പറഞ്ഞാലും മാസ്ക് ധരിക്കുമ്പോൾ തന്നെ നമ്മുടെ മാസ്ക് എപ്പോഴും മൂക്കിൻ്റെ താഴത്തോട്ടൊക്കെ പോകാറുണ്ട്. ഞാൻ കുറേ ആൾക്കാർ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മാസ്ക് ധരിച്ചിട്ട് ഒരു കാര്യമില്ല മാൻ. പിന്നെ അതേപോലെയാണ് നമ്മൾ കേട്ട് പറഞ്ഞു അല്ലെ വിളിച്ചാലും കിട്ടൂല. നമ്മളല്ലേ സർക്കാരിന്റെ ആപ്പ് വഴി ബുക്ക് എടുത്തടിക്കുന്ന ഈ കൂടെ വേണമായിരുന്നു ഇവിടെ. നീ എത്ര മിണ്ടാത്ത പെൺകുഞ്ഞാന്റെ ടെൻഷനൊക്കെ ഈ ടെൻഷൻ അടിക്കട്ടോ. നമ്മളല്ലേ ഇല്ലേ ഇവിടെ നീ ധൈര്യമായിട്ടിരിക്കുന്നു. നീ നാട്ടിലേക്ക് പാടാ അൻവറേ. എന്താടാ ഇത് മിണ്ടാണ്ടിരിക്കുന്നത്? എടാ ഞാൻ ഡ്രൈവിങ്ങിലാ. ഞാൻ വിളിക്കാം. രവേട്ടാ പാർസലാക്കിനാ? ഞാൻ ഇവിടെ എത്തി. രവേട്ടാ എന്താടാ എനിക്ക് ഇരുന്ന് കഴിക്കാൻ പോലും നേരം ഇല്ലാണ്ടായ? എന്ത് ഞാൻ ഇടുന്ന് കഴിച്ചിട്ടാണപ്പാ നിങ്ങളുടെ അച്ചോടും കൂടി പോവാ. എടാ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വരും. അതല്ല രവേട്ടാ, നമ്മളായിട്ട് ശ്രദ്ധിക്കണ്ട, നമ്മൾ എന്നെ ശ്രദ്ധിക്കണം. അത് ശരിയാണ്. എവിടെ 8:30 ആകുമ്പോഴത്തേക്ക് ഏമാമാരിയും കിടക്കും. അതിനു മുമ്പ് ഞാനതൊക്കെ ഒന്ന് ഒതുക്കട്ടെ. എവിടെ പോയി നമ്മുടെ ഭായി? അവനൊക്കെ നാട്ടിൽ പറഞ്ഞയച്ച് പോയി ഭാര്യനെ മക്കളെയും കാണാൻ പറഞ്ഞു. അല്ലെ നീ എന്നാ ഇനി പോണത്? എല്ലാം ഒന്ന് ശരിയായിട്ട് പോണം.
എന്തായിട്ടാണ് എനിക്ക് അതിനെ പറ്റി ഇപ്പൊ വിചാരിച്ചോളൂ. വെറുതെ പറയലിക്ക എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പറയല്? ആടെല്ലാം എങ്ങനെയുണ്ട്? എന്തെന്ന് ഈടല്ലോ ഓക്കെയാണ്. ടി വിയിലെല്ലാം ഓരോന്ന് കേൾക്കുമ്പോൾ പേടിയാവും നിൽക്കുക. നിങ്ങൾക്ക് ഇവിടുത്തേക്ക് തന്നെ വന്നൂടെ? ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ അങ്ങോട്ട് പോവാ. നീ ആടൊക്കെ ടെൻഷൻ അടിക്കാതിരിക്കും, വെറുതെ ഉമ്മനെ കൂടി ബേജാറാക്കണ്ട. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്തേക്ക് തന്നെയല്ലേ വരല്. അല്ല ഈ എന്നെ പറയും ഇപ്പൊ എങ്ങനെ ഞാൻ അടുത്തേക്ക് വരല്? അതെല്ലാം പോട്ട് എടുത്ത് നമ്മുടെ കുഞ്ഞിപ്പത്തു ഉമ്മ അവളെ ഓർക്കുന്ന ആളെ ഇക്കൊക്കെ കാണണ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. നല്ല പാങ്ങ ഓൾ ഉറങ്ങുന്ന കാണാൻ. വേണ്ട വേണ്ട, ഓൾ ഉറങ്ങിട്ട് നാളെ ഞാൻ കുറച്ച് നേരത്തെ വിളിക്കാം, അപ്പൊ കാണാല. പിന്നെ എന്താന്ന് ആടെങ്ങനെയുണ്ട്? ഈടെ എന്തെന്ന് ആടിടെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈടൊന്നും കുഴപ്പമില്ലപ്പാ. ഉമ്മ എന്ത് പറയുന്നു? ഉമ്മ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമം പറയലുണ്ട്. നിങ്ങൾ എത്ര ദൂരെ പോകണ്ടായിരുന്നു നിൽക്ക? ആ തസ്നേ, എനിക്ക് സുഖം തന്നെ. എനിക്കെന്തെന്ന് സുഖം തന്നെ. ഉമ്മ പാട്ടൊക്കെ പാടി പാത്തൂന് ഓർക്കല്? ആ നിങ്ങൾക്കും ആ പാട്ട് ഇഷ്ടമെന്ന് പറയലുണ്ട്. എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ? നീ ഉമ്മാനോട് കുറച്ച് അടുത്തേക്കണേ, ഞാൻ കേൾക്കട്ടെ. ഫുഡ് കഴിച്ചിനായിക്ക? താരിളം കാട്ടിലെ പൂമൈനേ താലോലം താലോലം കുഞ്ഞോനെ എൻ്റെ താരാട്ടിൽ നീ ഉറങ്ങുന്നോനെ താലോലം താലോലം തേൻമോനെ നല്ല താരിളം കാട്ടിലെ പൂമൈനേ. ഹലോ സാറേ. ആ ഹലോ അൻവറെ, മോർണിംഗ് ഡ്യൂട്ടിയിൽ അൻവറാണല്ലേ? അൻവറെ, പാലാരിട്ട് മേഖലയിൽ ഒരു കേസ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പം ജനങ്ങൾ കുറച്ച് പരിഭ്രാന്തരാണ്. അൻവർ ഒന്ന് അവിടെ വരെ എത്തുക, കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തേക്കാം. ആ ഞാൻ റെഡിയാണ്, നോക്കിക്കോളാം. പരിഭ്രമിക്കാതെ നേരിടാം എന്നും പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ തിരുത്തി പറയുന്നു. ആശങ്ക വേണം, പരിഭ്രമിച്ചിട്ടാണെങ്കിലും പലവട്ടം മുൻകരുതലുകൾ ഉറപ്പാക്കണം. കോവിഡ് കേരളത്തിലും രാജ്യത്തിലും നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ മതി ഈ പ്രതിരോധത്തിന്റെ കരുതൽ നശിപ്പിക്കാൻ. ആ ഒരു മനുഷ്യൻ ഞാനാകില്ലെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം. സ്വയം സുരക്ഷിതരാകുന്നതിനൊപ്പം മറ്റു മനുഷ്യരെ അപായത്തിലാക്കാതിരിക്കുക എന്നതാണ് ഇപ്പോൾ മനുഷ്യത്വം.